ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളീ കാണുന്ന രണ്ട് നില വീടിൻ്റെ ഫ്രണ്ടിലെ പോർച്ച് ചുറ്റുപാടുള്ള സൺസൈഡിലൊക്കെ പഴയ ചെറിയ മണ്ണിൻ്റെ ഓടേനി വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് സെറാമിക്കിൻ്റെ ഓടി വിരിക്കണം എന്നാണ് ക്ലയൻറ്റിൻ്റെ പ്ലാനിങ്. അപ്പോൾ സെറാമിക്കിൻ്റെ ഓടി വിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതുപോലെ ഓടിന് ആണി കൊളുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സെറാമിക്കിൻ്റെ ഓടൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പം ഓരോ പാക്കായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ എവിടെയാണോ ഓടി വിരിക്കാനുള്ളത്, അതായത് വാർപ്പിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ അട്ടി അതേപോലെ വാർപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആ പാക്ക് പൊട്ടിച്ചുകാണ്ട് ആണി കൊളുത്തി വിരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ അടിയിൽ നിന്ന് തന്നെ ഓടി ആ പാക്കൊക്കെ പൊട്ടിച്ചാണ്ട് ആണി കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് വാർപ്പിൻ്റെ മുകളിലേക്ക് ആ ഓട് കയറ്റാൻ കുറേ റിസ്ക് ആവും. കാരണം നമ്മളെ മേത്തൊക്കെ ആണി കൊളുത്തും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ല, 1.5 ഇഞ്ചിൻ്റെ കോൺക്രീറ്റിൻ്റെ ആണി ഉപയോഗിച്ചാൽ മതിയേ. ഇനി നമ്മൾ അടുത്തെന്താ വെച്ചാൽ ഈ സൈറ്റിൽ ഇതാ സൺസൈഡ് മേൽ ഫ്രണ്ടിലൊക്കെ മയപ്പാത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള മയപ്പാത്തി ഏതാണെന്ന് വെച്ചാൽ ചൈനീസ് പാത്തിയാണ്. അപ്പോൾ ഈ ചൈനീസ് പാത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇതിൻ്റെ ക്ലാമ്പ് പാത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ക്ലാമ്പ് വരിക. അതായത് നമ്മൾ സാധാ പാത്തികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 70-80 സെൻറ്റി ഡിസ്റ്റൻസിലൊക്കെ പാത്തിൻ്റെ ക്ലാമ്പ് പുറത്തേക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പാത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ക്ലാമ്പും ഈ പാത്തിമേൽ കാണാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ക്ലാമ്പ് വന്നിട്ടുള്ളത് ഈ പാത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെക്കാം. പിന്നെ നമ്മളിതാ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഓടി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു കിളിക്കൂട് വന്നിട്ടുണ്ട്. അപ്പോൾ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓടി കയറ്റിക്കണേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മൂലല്ലാത്ത ഇങ്ങനെ വരുന്ന സൈഡിന് ഞങ്ങളുടെ നാട്ടിൽ കുയ്യടി എന്നാണ് പറയാം. കുയ്യടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2 ചാല് വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ കുയ്യടിക്ക് ഇവിടെ 1 മീറ്ററോളം വരുന്ന ചെറിയൊരു കുയ്യടി ഇനി. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഷീറ്റിൻ്റെ കഷ്ണം മുറിച്ചുകാണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുയ്യടിയിൽ ഷീറ്റ് വെക്കുന്ന സമയത്ത് ആ ഷീറ്റിൻ്റെ തുഞ്ചം കറക്റ്റ് നമ്മളെ പാത്തി, അതായത് മയപ്പാത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മയപ്പാത്തിയിലേക്ക് കറക്റ്റ് ആവുന്ന കോലത്തിൽ തന്നെ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഓടി വിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെറാമിക്കിൻ്റെ ഓട് എന്ന് പറഞ്ഞാൽ ആർക്കും വിരിക്കുക. പക്ഷേ അതിന് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കെട്ടുന്ന പട്ടിക തന്നെയാണ് സെറാമിക്കിൻ്റെ ഓടി വിരിക്കാൻ അധികം ആൾക്കാരും സെറാമിക്കിൻ്റെ ഓടും പണിക്ക് വരാത്തത്. എന്താണെന്ന് വെച്ചാൽ ഈ സെറാമിക്കിൻ്റെ ഓടി വിരിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടെന്നാണ് എല്ലാവരും പറയാം. അപ്പം ഈ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഏത് ഓടാണോ സെറാമിക്കിൻ്റെ കമ്പനിയിൽ നിന്ന് വിരിക്കുന്നതെന്ന് വെച്ചാൽ ആ 2 ഓട് എടുത്തുകൊണ്ട് ഒരു പട്ടികയിൽ കൊളുത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 1/2 സെൻറ്റ് ഗ്യാപ്പ്, അതായത് 1/2 സെൻറ്റ് ലൂസിൽ പട്ടിക കെട്ടുന്നതായിരിക്കും സെറാമിക്കിൻ്റെ ഓടിന് ഏറ്റവും നല്ലത്. നേരെ മറിച്ച് മണ്ണിൻ്റെ ഓട് നമുക്ക് വാർപ്പിൻ്റെ മുകളിലൊക്കെ വിരിക്കുന്ന സമയത്ത് ഒരു 34, 33, 35 സെൻറ്റിയിൽ കെട്ടിയ വരെ നമുക്ക് ആ ഓട് ഫുള്ളായിട്ട് വിരിച്ച് തീർക്കാൻ പറ്റും. കാരണം എന്താ, നമുക്കതിൻ്റെ ലോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സെറാമിക്കിൻ്റെ ഓടി വിരിക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയോ, ഈ ഓടിന് ഒരു പ്രത്യേക ഒരു ലോക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേണ്ടി എന്താ വെച്ചാൽ പട്ടിക എപ്പോഴും 35.5 സെൻറ്റിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാക്കിയിട്ട് ഓടി വിരിക്കാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ സൺസൈഡ് കണ്ടില്ലേ, അപ്പുറത്തെ സൺസൈഡിലൊക്കെ ഞങ്ങൾ ഓടി വിരിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ സൺസൈഡ് മേൽ ഓടി വിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. അതായത് 2 വരി ഓടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതെന്താണെന്നറിയോ, നമ്മളെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ സൺസൈഡിലെ വസ്റ്റത്തെ വരി, അതായത് പാത്തി നമ്മുടെ മയപ്പാത്തി ഉണ്ടായത് കൊണ്ട് നമ്മൾ വസ്റ്റത്തെ ഒരു ഓട് എന്ന് പറഞ്ഞാൽ 32 സെൻറ്റിയിൽ അതിന് പട്ടിക കെട്ടിയിട്ടുള്ളത്. കാരണം 32 സെൻറ്റിയിൽ പട്ടിക കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഓടുമത്തെ വെള്ളം കറക്റ്റ് പാത്തിയിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ ആ അളവ് തന്നെ സൈഡിലേക്ക്, വീടിൻ്റെ സൈഡിലേക്ക് പാത്തി ഇല്ലെങ്കിലും ആ അളവ് തന്നെയാണ് കറക്റ്റ് വീടിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഓട് വിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതാ ഒരു സ്ഥലത്ത് പാത്തി ഉണ്ട്, ഒരു സ്ഥലത്ത് പാത്തി ഇല്ല വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചാട്ടം മാറ്റി, അതായത് ഓടിൻ്റെ പ്രൊജക്ഷന് ചെറിയ ചാട്ടം കൂടുതലാക്കിയൊക്കെ വിരിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഈ സൈറ്റിൽ എല്ലാ സൈഡും ഒരേ അളവ് തന്നെയാണ് ഓടി വിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സൺസൈഡുമ്മൽ 2 വരി ഓടുമ്മൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വരി ഓട്, അതായത് 3 ഇഞ്ച് പുറത്തേക്ക് ചാടിച്ചിട്ട് 2 വരി ഓട് വെച്ചതിൻ്റെ ശേഷം ഈ ചുമരുമായിട്ട് നമുക്കത് അവിടെ കാണാൻ പറ്റും. ലിൻഡലിൻ്റെ മുകളിലത്തെ ഈ ചുമരുമേൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്യാപ്പ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ഓടിൻ്റെ ഇവിടെ ആദ്യം ഉണ്ടായതിനെ ചെറിയ ഓട് പൊട്ടിച്ചിട്ട് അതൊക്കെ ആ ഗ്യാപ്പിലേക്ക് നിറച്ചിട്ട് നമ്മളിത് സിമെൻറ്റ് പരത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്.
അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മുകളിൽ ആ സിമൻറ്റ് പരത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഓടി വിരിക്കണതിൻ്റെ കൂടെ തന്നെ സിമൻറ്റ് പരത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതുപോലെ മൂല വെക്കലും ബോർഡർ വെക്കലൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ഫുൾ ഫിനിഷാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതാ ഫുള്ളായിട്ട് പരത്തി പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ബോർഡർ വെക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബോർഡർ വെക്കുക പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 6 അടി കോല് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബോർഡർ 3.5 അതായത് 4 ഇഞ്ചിൻ്റെ വീതിയിലാണ് ബോർഡർ വന്നിട്ടുള്ളത്. അത് ചില ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ ഇതുപോലെ 2 ഓട് ആ ഓട് കുറച്ച് പുറത്തേക്ക് പ്രൊജക്ഷൻ കൂട്ടിയിട്ട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ പ്രൊജക്ഷൻ കൂട്ടിയിട്ട് ഒരു അരക്കഷ്ണം ഓടുമ്പാടെ മുകളിൽ കറക്റ്റ് കട്ട് ചെയ്ത് കണ്ട് ബോർഡർ വെക്കാതെ പോകുന്ന ഒരുപാട് സെറാമിക് ഓടിൻ്റെ ആൾക്കാരെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും. പക്ഷേ എപ്പോഴും നമ്മൾ ഓടി വിരിപ്പിക്കുമ്പം നമ്മൾ സിമെൻ്റ് കൊണ്ട് കറക്റ്റ് മൂലയിലൊക്കെ പോയിൻ്റ് ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോഴാണ് നമ്മളെ വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ വരിക. അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഓടിലേക്ക് വന്നിട്ട് ആ വെള്ളം നേരെ തെറിച്ചിക്കാണ്ട് ചുമരേക്ക് പോകും. ആ ചുമരുന്ന വെള്ളം നേരെ ഓടിൻ്റെ അടിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ സെറാമിക്കിൻ്റെ ഓടി ഇരിക്കുന്ന സമയത്ത് ബോർഡർ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇങ്ങനെ ബോർഡർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓടുമ്പോൾ കുറച്ച് സിമെൻ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് വെള്ളം കൊണ്ട് അപ്പം തന്നെ കൂടെ കേകി കഴിഞ്ഞാൽ പിന്നെ സിമെൻറ്റ് അങ്ങനെ ഓവറായിട്ട് പൊന്തി വരില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കേകിയതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ആ മൂലയിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി, പക്ക ഫിനിഷാവും. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഇരുന്ന് കാണ്ട് സെറാമിക്കിൻ്റെ ഓട് കണ്ടോ, ചെരിവ് കുറഞ്ഞ സ്ഥലത്തൊക്കെ ഓടുമ്മൽ ഇരുന്ന് കാണ്ടാണ് ബോർഡർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മൂലയിൽ വെക്കണ ഓടുകൾക്ക് ഓടിൻ്റെ അടിഭാഗത്തും സിമെൻറ്റ് വെക്കുക, അതുപോലെ മുകളിലും സിമെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു ലീക്കും ഓടിനുണ്ടാവില്ല, പക്ക സെറ്റാവും. ഇപ്പോൾ നമ്മളിതാ ഓടിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ കാണാൻ കഴിയും. ഫുള്ളായിട്ട് ഫിനിഷാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ മൂലൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് അറിയോ, ഈ ഓടി വിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മൂലോട് വെക്കാൻ വേണ്ടിയിട്ട് മൂലൻ്റെ ഏരിയ കറക്റ്റ് 2 ഭാഗത്തും കട്ട് ചെയ്ത് വെക്കണം. കട്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ സെറാമിക് ഓടിൻ്റെ മൂലോട് ചെറിയ വീതി ഉണ്ടാവുള്ളൂ, 6 ഇഞ്ച്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൂലയിൽ നിന്ന് അടിയിൽ കറക്റ്റ് നൂല് വെച്ചുകൊണ്ട് കറക്റ്റ് ചോക്കൊണ്ട് വരച്ചിട്ട് ആ ചോക്കിനനുസരിച്ചായിരിക്കണം 2 ഭാഗത്തു നിന്നും സെറാമിക് ഓടിൻ്റെ കട്ടിങ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 6 ഇഞ്ചിൻ്റെ മൂലയിൽ കറക്റ്റ് ലീക്കില്ലാതെ ഒതുക്കാൻ പറ്റും. നേരെ മറിച്ച് വലിയ മണ്ണിൻ്റെ ഓടിൻ്റെ മാതിരി വലിയ ഗ്യാപ്പാക്കിക്കാണ്ട് മൂല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ലീക്കിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കുറേ കാര്യം മനസ്സിലായില്ലേ. പിന്നെ ഈ വീടിൻ്റെ ഈ പോർച്ച് അതേപോലെ ഫുൾ സൺസൈഡൊക്കെ സെറാമിക്കിൻ്റെ ഓടി വിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2.5 കിലോന് കോൺക്രീറ്റിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ആണി ചിലവായിട്ടുണ്ട്. അതായത് 1 കിലോന് 150 ഉറുപ്പ്യാണ് കോൺക്രീറ്റിൻ്റെ ആണിക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റ് കണക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 3 പാട്ട സിലിക്കോൺ, 3 സിലിക്കോണ്, അതേപോലെ 3 ചട്ടി സിമെൻ്റ് കൊണ്ടാണ് നമ്മളിതിൻ്റെ ബോർഡർ വർക്കൊക്കെ തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ ഈ വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ 3 ആൾക്കാർ വന്നാൽ ഇതുപോലത്തെ വർക്ക് മാലിട്ട് കണ്ട് പട്ടിയെ കെട്ടാം. പിന്നെ നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് ഇത് ഓടി വിരിച്ച് കണ്ട് ഇതിൻ്റെ അതായത് മൂല ബോർഡറൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് വർക്ക് ഫിനിഷാക്കാം. അപ്പം ഇതിൻ്റെ ഈ വർക്കിൻ്റെ മുന്നേ ചെയ്ത വീഡിയോകൾ അതേപോലെ സെറാമിക് ഓടിൻ്റെ മൂല എങ്ങനെ കെട്ടാമെന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങൾ ഞങ്ങളിതാ ഇതിൻ്റെ പഴയ ഓട് പൊളിക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും തുറന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.